ഹായ് ഓൾ ജിൻസ് കോക്ക് പെട്ടി ബുച്ചി ബാബുവിൻ്റെ സിനിമ അതാണ് പെട്ടി. ബുച്ചി ബാബു സന ആർ രത്നവേലു ISC ആണ് ഇതിൻ്റെ DOP. അതുപോലെ തന്നെ നവീൻ നൂലിയാണ് ഇതിൻ്റെ എഡിറ്റർ. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ സാക്ഷാൽ റഹ്മാൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. ഇതുപോലത്തെ ഒരു സിനിമയ്ക്കൊക്കെ ഇരുന്നിട്ട് ഇത്രയും 3 മണിക്കൂർ ഇരുന്ന് സ്കോർ ചെയ്തൊക്കെ. സോങ്സ് നമുക്കറിയാം, വൈറൽ സോങ്സ് ആണ്, കിടിലൻ സോങ്സ് ആണ്. എസ്പെഷ്യലി മറ്റേ രാംചരണിന്റെ ഐക്കോണിക് സ്റ്റെപ്സ് ഉള്ള സോങ് ഉണ്ടല്ലോ, ഓഹോ ഓഹോ, അത്. പിന്നെ ഇതിന്റെ ഇൻട്രോ സോങ് മീൻസ് രാംചരൺ കിട്ടില്ല ഡാൻസ്. രാംചരൺ എമ്മാതിരി എനർജറ്റിക് ഡാൻസ് നമുക്കറിയാലോ. കിട്ടില്ല സോങ്ങും മറ്റേ സാധനം വീണുപോയി. പോട്ടെ. അപ്പോൾ ഈ ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതൊരു ഒരു പീക്ക് ലെവൽ അപരാധ സാധനം. അത് കാട്ടപരാധം പ്രോമാക്സ് എന്നൊക്കെ പറയാൻ പറ്റൂലേ, അതുപോലത്തെ സാധനം. അതായത് ഇതിലെ നായകന് തലയ്ക്ക് സുഖമില്ല. നായകൻ എന്തൊക്കെയോ പിന്നെ അപരാധങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അതിന് ലോജിക്കും ഇല്ല. അത് എന്തിനാ ചെയ്യുന്നോ, ഇതിന്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റിന്റെ ഇതിന്റെ എന്താണ് ഇതിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല. 3 മണിക്കൂർ ഒരു പടം കണ്ടിരുന്നിട്ടേ ഒരു ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തെന്നായി എടുത്തു വെച്ചേക്കുന്നേ. പേക്കൂത്ത്. ഈ സിനിമ ഇതിലെ കഥാനായകൻ രാംചരൺ ചെയ്ത പെഡ്ഡിയുടെ കാര്യം പറഞ്ഞാൽ പെദ്ദി എന്നാണ് ഇവർ മലയാളത്തിൽ എഴുതിയത്. എന്ത് തേങ്ങയിലും ഒരുപോലെ തന്നെ പെഡ്ഡി ആയാലും ഷെഡ്ഡി ആയാലൊക്കെ കണക്ക് തന്നെ. അപ്പോൾ ഇതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു ക്രോസ് ഓവർ അത്ലറ്റാണ്. അത് വെറും ചില്ലറ അത്ലറ്റ് അല്ല, ക്രോസ് ഓവർ അത്ലറ്റ്. അതായത് തുടക്കത്തിൽ ആൾ ക്രിക്കറ്റ് കളിക്കും, കുറച്ച് കഴിഞ്ഞ് റെസ്ലിംഗ്, അത് കഴിഞ്ഞ് ഓട്ടക്കാരൻ. ഓടുന്ന ഇയാൾക്കൊരു കാലും ഇല്ല. അത് സിനിമ കണ്ട് മനസ്സിലായി അയാൾ എന്തിനാ കാല് സ്വയം മുറിച്ചതെന്നൊക്കെ. അയ്യോ, എന്താ അതിൻ്റെയൊക്കെ ലോജിക്ക്. ഇത് മറ്റേ നരസിംഹ മന്നാടിയൊരു സിനിമയിൽ ത്രോത്തിനകത്ത് മറ്റേ ഇത് വികലാംഗ വർഷമാണെന്ന് പറഞ്ഞിട്ട് ഹൈദരാലി, മറ്റേ ഹൈഡ്രോളി അല്ല, മറ്റേ സിനിമയിൽ ഹൈദരാലി കാലം മുറിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പാ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരനാണ് തുടക്കത്തിൽ. അപ്പം മലയട്ടി വാരം ഇവര് പ്രശ്നം വെച്ചാൽ ഐഡന്റിറ്റി ക്രൈസിസ്, എക്സിസ്റ്റൻഷ്യൽ ഡിലേമ. അതായത് പിന്നെ ഇവർക്കില്ല എത്തിനിസിറ്റി, ഐഡന്റിറ്റി. പിന്നെ ഒരു ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഇവർക്ക് ആധാറും ഇല്ല, റേഷൻ കാർഡും ഇല്ല, വോട്ടും ഇല്ല, പിൻ നമ്പറും ഇല്ല, തിരിച്ചറിയൽ കാർഡും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള കുറേ പിന്നെ കരിപുരണ്ട ജീവിതം. ഈ കരിപുരണ്ട ജീവിതമാണല്ലോ കുറേ കാലമായിട്ട്. ഇപ്പോൾ KGF-ലായി കഴിഞ്ഞാലും, സലാറിലായി കഴിഞ്ഞാലും, എടുത്തിറങ്ങിയ കാട്ടാളനായി കഴിഞ്ഞാലും, ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും കരിപുരണ്ട ജീവിതങ്ങൾ. അപ്പോൾ ഇതിലിങ്ങനെ കുറേ കരിപുരണ്ട ജീവിതങ്ങൾ. ആ കരിപുരണ്ട ജീവിതങ്ങളിലെ മെയിൻ കക്ഷിയാണ് ആര്? പെഡ്ഡി. അപ്പോൾ പെഡ്ഡി അഡ്രസ്സ് ഉണ്ടാക്കാൻ നടക്കുക. അപ്പോൾ അഡ്രസ്സ് ഉണ്ടാക്കാൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പല അത്ലറ്റായിട്ട് പല സ്പോർട്സ് പരിപാടിയിൽ ഏർപ്പെടുന്നത്. ഇദ്ദേഹം ക്രിക്കറ്റ് കളിക്കുക വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ആക്ഷനാണ്. ആ മറ്റേ സോങ്ങിൽ നിങ്ങൾ കണ്ടു കാണും, ഒന്ന് ഇരുന്നിട്ട് മുക്കിയിട്ടൊക്കെ അടിക്കുക. ഇതുവരെ ആരും കളിക്കാത്ത ഷോട്ട്സൊക്കെ ഇദ്ദേഹം കളിക്കും. പിന്നെ 100 സൈഡ് ബീഡിയും വലിച്ചുകൊണ്ട് ഇദ്ദേഹം വരുമോ ക്രിക്കറ്റ് കളിക്കാൻ. ബീഡി വലിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഓക്കെ. ഇദ്ദേഹം അങ്ങനത്തെ ഒരു കരിപുരണ്ട ജീവിതം അങ്ങനത്തെ ഏരിയയിൽ വരുന്ന ആളാണ്. മലയട്ടി വാരൻ ജോസിന്റെ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ഇരുന്നിട്ട് അടിക്കും, പറന്നിട്ട് അടിക്കും, 100 സൈഡ് ബീഡി വലിക്കും. ഇദ്ദേഹം അടിച്ച പന്ത് എവിടെയോ കിലോമീറ്ററുള്ള അപ്പുറം താണ്ടി വീണ് അവിടെ പിന്നെ ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്നെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ പെഡ്ഡി ദൈവമാണ്. ആ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും ദൈവമായിട്ടാണ് കുട്ടികളടക്കം കാണുന്നത്. അപ്പൊ എല്ലാവർക്കും പെഡ്ഡിയെ പോലെയാണ്. അപ്പൊ ഇതിൽ ആംബ്രോസിനൊക്കെ എന്താ കല്ലാറി ആംബ്രോസോ അങ്ങനെ എന്തോ ആംബ്രോസ് മറ്റേ ഒരു കോമഡി പീസ് ചങ്ങായി ഇങ്ങനെ കളിച്ചിട്ടൊക്കെ ആക്ഷൻ്റെ അവൻ്റെ ഫേസ് ഒരു വെസ്റ്റ് ഇൻഡീസ് പോലെ ഉണ്ട്. പുള്ളി ബോളർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമ്മുടെ പോപ്സ് ഉണ്ട്. പോപ്സ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരജ് പോപ്സ്, കുമ്പളിങ് നൈറ്റ്സിലേക്കുള്ള ജയിലറിൽ രജനീകാന്ത് ഒറ്റ വീട്ടിന് തലയിലുണ്ടായി പോയില്ലേ ആ കക്ഷി. പുള്ളിയാണ് ഇതിലെ പുലിമുരുകനിലെ മൂപ്പിന്റെ റോളാണ് പുള്ളിക്ക് ഇതിനകത്ത്. മറ്റേ ബോമൻ ഇറാനി വന്നിട്ട് ഇങ്ങനെ കഥ കേൾക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ സൂരജ് പോപ്സ് ഇങ്ങനെ പുലിമുരുകനിലെ മൂപ്പനെ പോലെ ഇങ്ങനെ പെഡ്ഡിനെ കുറിച്ച് ഇങ്ങനെ വെട്ടിയും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സൂരജിന് ടു ബി ഫ്രാങ്ക് നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്, ത്രൂ ഔട്ടുള്ള റോളാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആദ്യം ക്രിക്കറ്റ് കളിക്കുക, ഇങ്ങനെ പിന്നെ ഇത് കാണിക്കുക. പിന്നെ അതാ വരുന്നു കഥാനായിക ആരാണ്? എന്തോരമ്മ, രാച്ചിയമ്മയല്ല, എന്താ കാച്ചിയമ്മ, ഇതൊരമ്മ ജാൻവി കപൂറിനെ പിന്നെ എക്സ്പോസ് ചെയ്യാന്നുള്ള
അവരെ വയറ് കാണിക്കുക, വയറ് തന്നെ മെയിനായിട്ട് കാണിക്കുന്നത്. മറ്റ് ശരീരഭാഗങ്ങളൊന്നും കാര്യമായിട്ട് കാണിച്ചിട്ടില്ല, വയറിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇവരെ വയറും നേവലും കാണിക്കുക. അത് ഇഷ്ടം പോലെ പിന്നെ സുധീഹാസനും കൂടെ വരുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ വന്നിട്ട് ജാൻവി കപൂറിന്റെ വയറ് കാണാം ബിഗ് സ്ക്രീനിൽ, ആണ് ഇതിന്റെ ഒരു സംഭവം പരിപാടി എന്ന് പറയുന്നത്. പിന്നെ രാംചരൺ ലുക്കാണല്ലോ, പിന്നെ ഹൾക്ക് ലെവൽ ബോഡിയൊക്കെ ഹനുമാനൊക്കെ ആയിട്ടുള്ള താരതമ്യം ഹനുമാൻ റെഫറൻസ് ആണെന്ന് തോന്നുന്നു. ഹനുമാന്റെ പോലെ ഉള്ള ബോഡി, ഹെയർ സ്റ്റൈല്. ഈ അടുത്തൊരു വീഡിയോ ഉണ്ടല്ലേ ഹനുമാൻ കടലിൽ നിന്ന് വെള്ളം മുക്കുന്നത്, അതുപോലത്തെ ലുക്കാ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി. അപ്പോൾ ഇതിങ്ങനെ രാംചരണിന്റെ ഈ ഒരു ഇതിന്റെ ക്യാരക്ടർ ആർക്ക് ഉണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെ ലെറ്റായി ക്രോസ് ഓവർ അത്ലറ്റായിട്ട് മാറി മാറി വരിക. പക്ഷേ എന്തൊക്കെ വരാതെ അത് കാണിക്കുന്ന അറിയോ? മറ്റേ ഇദ്ദേഹം ഉണ്ട് ശിവണ്ണയ്ക്ക് പിന്നെ നെൽസൺ കിട്ടുന്ന റോളോ ജയിലർ കൊടുത്തത്, ജയിലർ 2 കിട്ടുന്ന റോളുണ്ടോ? ഇതിലെന്തോ വയ്യാത്ത ഏതോ ഡയബറ്റിക് മറ്റേ ട്രീറ്റ്മെന്റ് നടക്കുന്ന സ്ഥലത്ത് പിടിച്ചിട്ട് വന്നിട്ട് വയ്യാണ്ട് അഭിനയിപ്പിച്ച പോലെ ഉണ്ട്. ശിവണ്ണയ്ക്ക് തീരെ വയ്യെന്ന് വെച്ചാൽ പിന്നെ ശിവനയുടെ എതിരാളിയായിട്ട് ബീഹാറിലൊരു ചെങ്ങായി, ഏതൊരു ചെങ്ങായി ഫുള്ള് നാടകമാ. ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാൽ, ഇവർ അഭിനയം ആയി കഴിഞ്ഞാൽ, ഓവർ എക്സ്പ്രഷൻ ആയി കഴിഞ്ഞാൽ, നാട്ടുകാരുടെ അഭിനയം ആയി കഴിഞ്ഞാൽ, ജൂനിയേഴ്സിന്റെ അഭിനയം ആയി കഴിഞ്ഞാൽ, വരുന്നവരും പോകുന്നവരൊക്കെ ഓവർ ആക്ടിങ്, ഓവർ ഡ്രമാറ്റിക് ആയിട്ട് അങ്ങനെയാണ് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. മലങ്കൾട്ടായിട്ട് വേണമെങ്കിൽ ആസ്വദിക്കാം, ഇല്ലേ കാട്ടവരാതായിട്ട് ആസ്വദിക്കാം. പക്ഷെ ഒറ്റയ്ക്കെല്ലാം പാടാ. എത്ര അടിച്ച് 2-3-4 ആൾക്കാരെ കണ്ടെങ്കിൽ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് മലങ്കൾട്ടായിട്ട് വേണമെങ്കിൽ കാണാം. ഇതെന്ത് കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാൽ OTT ഇറങ്ങി കഴിഞ്ഞാൽ തെലുങ്കിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ പറപ്പിക്കും. റീലോടൊക്കെ ഉറപ്പായിട്ടും പറപ്പിക്കും. ഓൾറെഡി റീലോട് എന്തോ സാധനം ഇട്ടുണ്ടോ 10 സെക്കൻഡ് കണ്ടില്ല എന്തോ റിവ്യൂ. അപ്പൊ ഞാൻ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഇത് തിയേറ്ററിൽ പോയി കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ 3 വിലപ്പെട്ട മണിക്കൂർ നിങ്ങൾ പണയപ്പെടുത്തേണ്ടി വരും. കാരണം അതുപോലത്തെ അപരാധമാണ്. അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ മറ്റേ ഡാഡി ഗിരിജയുണ്ട്, മറ്റേ ബാബു, ജഗപതി ബാബുവിന്റെ പേരെന്താ, വത്സലയോ അങ്ങനെ എന്തോ. അപ്പോൾ പുള്ളി ഒരു ചോന്ന പൊടിയെടുത്തിട്ട് ഇങ്ങനെ വീശി കാണിക്കും ട്രെയിൻ വരുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് കുറേ വീശി കാണിച്ച് ലാസ്റ്റ് ട്രെയിൻ വരുമ്പോൾ അതിനെ നടുക്ക് കയറിയിട്ട് കാണിക്കുക. ട്രെയിൻ ഇടിച്ചാൽ കൊന്നോളെ. നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പുള്ളി മരിച്ച. വാ, മികച്ചൊരു ആനന്ദം, കണ്ണിന് വളരെ കുളിർമ നൽകിയൊരു കാഴ്ചയായിരുന്നു. ജഗപതി ബാബു ഡെഡായത് ട്രെയിൻ തട്ടിയിട്ട്. അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ കരിമ്പ് കൃഷി, ഈ ജാൻവി കപൂറൊക്കെ കരിമ്പിന്റെ പരിപാടിയാണ്. പിന്നെ ഇയാൾ ഡൽഹിയിൽ പോയിട്ട് കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ട് പാർലമെന്റിന് മുമ്പിൽ പോയിട്ട്. ആ സീൻസൊക്കെ കാണണം. പാർലമെന്റിന് മുമ്പിൽ മന്ത്രി വരുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ചങ്ങായി ചാടി വീഴുന്നത്, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഇതിൽ കുറേ സീക്വൻസ് ഉണ്ട് അവസാനം. പിന്നെ കുറേ സ്പോർട്സ് ഡ്രാമ പോലെ കുറേ ഫൈറ്റ് ഉണ്ട്. നമ്മുടെ രാജേഷ് പിള്ളയൊക്കെ വരുന്നുണ്ട്. രാജേഷ് പിള്ളേന്റെ താടി ഒക്കെ സെറ്റാണ്, ഒരു വൃത്തികെട്ട താടി. പിന്നെ രാജേഷ് പിള്ളേനെ ഗുരുവായിട്ട് നേരത്തെ പറഞ്ഞു, അവര് ആന്ധ്രക്കാര് ബീഹാറി. എന്നിട്ട് ബീഹാർ രാജേഷ് പിള്ളയുടെ ചോദിക്കും അടിക്കണ്ടോന്ന്, ശക്തി കാണിക്കാൻ. രാജേഷ് പിള്ള ഒറ്റയടി തല്ലിയിടും. അപ്പൊ അയാൾ പറയാം സുഭാഷ്. അതാണ് അങ്ങനെ മൊത്തത്തില് അങ്ങനത്തെ കുറേ അട്രോസിറ്റീസ് ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ ഈ മലയാളി വാരത്തിന്റെ മുകളിലാണ് വിജയനഗരം. അപ്പൊ വിജയനഗരത്തിലാണ് മറ്റേ ജോൺ വിജയൊക്കെ ഉള്ളത്. ജോൺ വിജയ് അറിയാലോ, ലൂസിഫറിലൊക്കെ ഉള്ളത്, ലാലേട്ടൻ മറ്റേ തലയിറത്തവൻ. പിന്നെ നമ്മുടെ കൈതേരി സഹദേവനുണ്ട്. കൈതേരി സഹദേവന്റെ മുണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ മുണ്ട് പറയും ഫാൻസിന് വേണമെങ്കിൽ ഇതിൽ കാണാം. കാരണം ഇതിൽ കൈതേരി സഹദേവന്റെ മുണ്ട് പറയുന്നുണ്ട്. അവസാനം രാംചരണിന്റെ പെട്ടി പൊയ്ക്കാല് വെച്ച് ഓടിയിട്ട് പിന്നെ കഥാപ്രസംഗം, എന്നിട്ട് പാട്ടൊക്കെ ഉണ്ട്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നെ പറഞ്ഞിട്ട് പാട്ടൊക്കെ ഉണ്ട് അവസാനം. അപ്പം രാംചരണിനെ ഷഡ്ഡിപ്പുറത്ത് കാണണമെങ്കിൽ ഉള്ളൊരു പടമാണ് പെഡ്ഡി. ഈ സിനിമ കണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേ ഈ ലോകം കൂടുതൽ മനോഹരമായി കാണപ്പെട്ടു. ഡാഡി ഗിരിജയുടെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ നേരത്തെ വത്സല എന്ന് പറഞ്ഞു, വെറും വത്സലല്ല, അപ്പള വത്സല. അപ്പൊ ഇതിൽ റെയിൽവേ സ്റ്റേഷൻ കാണിക്കേണ്ട അവസാനം അപ്പള വത്സല എന്നാണ് റെയിൽവേ സ്റ്റേഷന്റെ പേര്. പെഡ്ഡി.